ഹായ് ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:25. ആര്യമോളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്ക് ഇന്ന് ഓരോ ദിവസം ഓരോ തോന്നലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കുളിമുറിയിൽ നിന്ന് തന്നെ കുളിക്കും. ഇന്നിപ്പോൾ ഇവിടെ മുറ്റത്തുനിന്ന് കുളിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഓളെ കാണിക്കാനേ പറ്റൂല. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകണം. 9:20 ഇപ്പോൾ സമയം. ഇന്ന് ഓട്ടോ ഓടി നോക്കാം ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് രാത്രി കാണാം കേട്ടോ. വണ്ടിയിൽ ഡീസൽ കുറവാണ്. ആദ്യം നമ്മൾക്ക് എണ്ണ അടിക്കാം, എന്നിട്ടേ സ്റ്റാൻഡിലേക്ക് പോകണുള്ളൂ. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അഥവേ നമ്മൾക്കൊരു 200 രൂപയുടെ ഒക്കെ ട്രിപ്പ് കിട്ടിയാൽ, 10 കിലോമീറ്ററിന് അടുത്തേക്ക് ട്രിപ്പ് കിട്ടിയാൽ അത് ഓടാനുള്ള എണ്ണ പോലും നമ്മുടെ വണ്ടിയിലില്ല. ഇത് എൻ്റെ നാടാണ്. എൻ്റെ നാട്ടിലൂടെ മറ്റൊരു വഴിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പോകാറുള്ള പാലവും പാടമൊക്കെ കാണൂല്ലേ, അതിലല്ല ഞാൻ പോകുന്നത്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാളികാവ് റോട്ടിലേക്ക് തന്നെ ചെന്ന് ചാടുന്നത്. അപ്പൊ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഞാൻ സാധാരണ എണ്ണ അടിക്കലുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടേക്ക് ഒരു വഴിയിലൂടെ പോയാലാണ് എത്താൻ വേണ്ടിയിട്ട് പറ്റുക. ഇതൊക്കെ ഞങ്ങളുടെ നാടന്നെട്ടാ. മുമ്പ് ഇത്രയൊന്നും വീടുകളൊന്നും ഇല്ലായിരുന്നതാ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 10ാം ക്ലാസ് റേഞ്ചൊക്കെ ആയ സമയത്ത് ഇതിലേക്ക് ഒരുപാട് വന്ന് എന്താ പറയാ, മാങ്ങ പെറുക്കാനും, പറങ്കിയാങ്ങ കശുവണ്ടിയുടെ മാങ്ങ ഉണ്ട്, അത് പെറുക്കാനൊക്കെ വേണ്ടിയിട്ട് വരും. പക്ഷെ അന്നൊക്കെ ഒരു കാടായിരുന്നു ഇത് വഴിയൊക്കെ. ഇപ്പൊ ആകെ വീടുകളായി. ഇവിടേക്കൊന്നല്ല കേട്ടാ, അവിടേക്ക് ബാക്കിക്ക് ആകെ വീടുകളായി. ഇപ്പൊ ഇനി നമ്മുടെ നാട്ടിലൊന്നും സ്ഥലമല്ല, വീട് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്ര കൊണ്ട് വീടുകളായി. അതായത് എണ്ണ അടിച്ചു നമ്മള് പൊക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ആരൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെ പോവാണ് ഞാൻ. ഒരു 10 രൂപ മടക്കെങ്കിലും കിട്ടും നോക്കാം നമുക്ക്. നമ്മളൊന്ന് ഫുള്ള് എനർജറ്റിക് ആയിട്ട് ഓടാം എന്നാണ് കരുതുന്നത്. എന്നത്തെ പോലെ ഒയപ്പി മടിയഞ്ചേല് കാട്ടാതെ ഇന്നൊന്ന് എനർജറ്റിക് ആയിട്ട് നിൽക്കണം, കുറച്ച് ആവേശത്തോടെ നിൽക്കണം. നോക്കി നോക്കാം. ചില നിൽക്കുന്ന ദിവസങ്ങൾ ചിലപ്പോ നല്ല രീതിയിൽ ഓട്ടം കിട്ടാറുണ്ട്. പിന്നെ എങ്ങനെ അറിയില്ല, പിന്നെ ഉണ്ടാവും ഓട്ടമുള്ള ദിവസമാണ്. കണ്ടിട്ട് പറഞ്ഞാൽ ആൾക്കാരൊന്നും റോട്ടിലില്ല, വണ്ടികൾ കുറവാണ്. ഞാൻ അവിടെ തൊട്ട് ഇവിടെ വരെ സംസാരിച്ച് പോകുന്നതിൽ വാഹനങ്ങൾ റോട്ടിൽ വളരെ തിരക്ക് കുറവാണ്. ഇതൊക്കെ നമ്മള് കാണണം, ഇതൊക്കെ മുൻകൂട്ടി കാണണം നമ്മൾ. 14 ഒരു 12 വണ്ടി ഉണ്ടാവും. 13ാമത്തെ വണ്ടിയായിട്ട് നമ്മൾ നിർത്തിക്കണ്ട. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ 10:40 ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കൈനീട്ടം ഈ നേരം വരെ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. കാളികാവിലേക്കുള്ള ബസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ എങ്കില് വരുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിത്തെറിച്ച് പോയോണ്ടിരിക്കണം. 9:30 നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയത്. ഈ നേരം വരെ 10:40, 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ട് നമ്മൾക്ക് എന്ത് കിട്ടിയില്ല, കൈനീട്ടം കിട്ടിയിട്ടില്ല. 1 മണിക്കൂർ കത്തി. അങ്ങനെങ്കിൽ നമുക്കൊരു ലോക്കൽ കിട്ടിയിരിക്കുവാണ് 40 രൂപ കൈനീട്ടം കിട്ടി. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ് ഓട്ടേക്കാരാ ഞാൻ. കൈനീട്ടം കിട്ടിയാൽ തന്നെ ഓട്ടം കൂട്ടുട്ടോ. ഇനി ഇതുവരെ നിന്നതുപോലെ ആവില്ല. നമ്മൾ ഇനി ഇവിടെ നിന്ന് വണ്ടൂർ എത്തുമ്പോഴത്തേന് നമ്മൾക്ക് ഒരു ലോക്കലും കൂടി അടിക്കണതാവും. അടിക്കും. ഇവിടെ നിന്ന് നമ്മൾ വണ്ടൂർ എത്തുമ്പോഴത്തേനും ഒരു ലോക്കലും കൂടി നമുക്ക് അടിക്കും. ഒരു ലോക്കൽ പോയിട്ട് ഒരു മടക്കം പോലും കിട്ടിയില്ല. നമ്മളുടെ ലൈൻ എത്ര കണ്ട നീള തീവണ്ടി. അതെ, രാജാറാണിന്റെ ബാക്കിൽ കൊണ്ടേടാ. ബാക്കിത്തെ ബോഗിനായിക്കോട്ടെ നമ്മള്. ഇപ്പോൾ സമയം 11:35. 11:35 ഒരു ഫോൺ ട്രിപ്പ് വന്നത്. ലോക്കൽ തന്നെ ഇക്കാരെന്ന് കരുതണേ. ഈ നേരം വരെ വണ്ടി അനങ്ങിയിട്ട് പോലും ഇല്ലേ. നേരത്തെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരു ലോക്കൽ നമ്മൾ കഴിഞ്ഞിട്ട് എടുത്ത് 40 രൂപ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ട്രിപ്പ് എടുക്കാനായിട്ട് ഞാൻ പോണേ. അത് ഇവിടെ തന്നെയാണ്. വിളിച്ചാ അത് ഇങ്ങോട്ടൊരു മരണ വീട്ടിക്ക് വന്നതായിരുന്നു. ഇവിടെ കുത്തിരിക്കുവാണ്. ഒന്ന് വെയിറ്റ് ചോദിച്ചു. ഏതായാലും അവിടെ ഇരുത്തം തന്നെ, ആർക്കും ഇവിടെ ഇരിക്കുന്നത് തന്നെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ട്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അർജന്റ് കുട്ടിക്ക് പോണമെന്ന് പറയാൻ പറ്റ. ഇവിടുന്ന് അവരെ റിട്ടേൺ കൊണ്ടുപോകുമ്പോ അതിന്റെ വാടകയും കൂടി കിട്ടുമല്ലോ. അത് ഏതാണ്ട് ഒരു 120 രൂപയുടെ ട്രിപ്പായിരുന്നു. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 12:30. 12:30 12:20. പക്ഷേ എനിക്ക് നല്ല വിശപ്പ്. ഞാൻ ഒരു ട്രിപ്പ് കിട്ടിയിട്ട് വേണം നേരത്തെ ചാവടിക്കാൻ പോകണമെന്ന് കരുതിയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ചാവടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോഴാണ് ഇവര് വിളിച്ചിട്ട് പിന്നെ ഇപ്പൊ 12 മണി 12:20. ഞാൻ ഇവിടെ ഒരു ഹോട്ടലുണ്ട്,
ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുകടി ചായ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പൊ ചോറിനാനായില്ലേ അപ്പൊ ഇനി ചെറുകടി ചായ മാത്രമേ ഉള്ളൂ. അങ്ങാടി വളരെ ഒഴിവാങ്ങിയമാരെ. ചെങ്ങന്മാരെ 30 റുപ്യ 3ാമത്തെ ട്രിപ്പാണ് ഇതിന്റെ. ആകെ 3 ട്രിപ്പാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എടുത്തത്. ആൾക്കാരോട് പറയാൻ പറ്റുമതൊക്കെ അല്ലേ? ഒരു മനുഷ്യനെ വണ്ടിയായിട്ടേ പണിക്കിറങ്ങിയിട്ടേ 3 ട്രിപ്പ്. ഞാൻ 3 ട്രിപ്പാണ് എഴുതാ. അവിടെ 2 ട്രിപ്പ് എടുത്തിക്കണ ഒരു പേരുണ്ട്, അതായത് 10 മണിക്ക് വന്ന ആളുകളൊക്കെ. ഞാൻ 9:00 വന്നോണ്ട് എങ്ങനെയോ ഇടയിൽ കയറി എനിക്കൊരു 3ാമത്തെ ട്രിപ്പ് കിട്ടി. എന്താലേ കുഴപ്പമില്ല. ഇപ്പൊ സമയം എത്ര ചോദിച്ചാല് 1 മണിയായിട്ടുണ്ട്. 1 മണി. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്കാണ്. ഇവിടെ ഇങ്ങനെ വെയിലും കൊണ്ട് കുത്തുന്നോട്ട് എന്താ കാര്യം, വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ എനിക്ക് റീൽസ് ഒന്നും എഡിറ്റ് ചെയ്യാണ്ട് ഇൻസ്റ്റയിലേക്കും ഫേസ്ബുക്കിലേക്കൊക്കെ ഉള്ള. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യട്ടാ. ഞാനിപ്പോ എഡിറ്റ് ചെയ്യണ രീതിയാണല്ലോ വന്നത്, പക്ഷെ എങ്കിൽ വേറെ പ്രശ്നമുണ്ട്. ഈ കമ്പിക്കാലുകൾ കണ്ടങ്ങള് ഇതുവരെ നമ്മളുടെ ഇതിലെ പാസ് ചെയ്യുമ്പോ കമ്പിക്കാലുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് പുതിയ കമ്പിക്കാലുകളാണ്. അതുപോലെ തന്നെ ഇതും കൂടെ വലിക്കുന്ന കേബിളുകൾ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയാ, ആ ഒരു ഫൈബർ കോട്ടിംഗ് ഉള്ള ഒരു കേബിൾ ഉണ്ടല്ലോ, 3ഉം ഒരുമിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെയാണ്. അപ്പൊ കറണ്ടില്ല, കറണ്ട് മുമ്പ് ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ ആ എഡിറ്റിങ് പോളിയിരിക്കണ. അപ്പൊ ഞാൻ എന്താവും ചോദിച്ചാല് ഭക്ഷണം വെച്ചിട്ട് ഇറങ്ങാം അല്ലേ? അതല്ലേ ഇതുമല്ലായിരുന്നു നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് നീ ഈ വിറകെടുക്കുന്ന അതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? എന്ത് ഷൂട്ട് ചെയ്യണമെങ്കിലും ഇവിടെ ഞാൻ ക്യാമറ ഭാഗത്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു സാധനത്തിന് പോയ ഒരു കംപ്ലൈൻറ്റ് പറ്റി, അതപ്പോൾ ആകെ സീനായി. വേറെ ഒന്നുമല്ല, ഇതണ്ട ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും. അത് പൊട്ടി. അത് ഒരെണ്ണം പൊട്ടിയേക്കാണ് വിഷയമില്ലായിരുന്നു. ഇത് ഒരുമിച്ച് 2 പൊട്ടി. ഇപ്പം ഈ ഒരു കാലിന് മാത്രമേ ആ ഒരു സപ്പോർട്ടുള്ളൂ. ഇതിൻ്റെയും പൊട്ടി, ഇതിൻ്റെയും പൊട്ടി. ഇതിങ്ങനെ നിൽക്കേണ്ടതാണ്. ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് വെക്കുമ്പോൾ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് പിടുത്തല്ല, ഇതിനുമില്ല ഇതിനുമില്ല. അത് നമ്മൾ എന്താ പറയുക, ക്യാമ്പിങ്ങൊക്കെ ആകുമ്പോഴേ നമ്മൾ ഓരോ സ്ഥലത്തും വെക്കുന്നത് പല ഏരിയകളിലായിരിക്കും. ഒരു പുഴക്കരയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പല ചാല് ചിലപ്പോൾ മരങ്ങളുടെ വേര് അത്ര ഏരിയകളിലൊക്കെ വെക്കുക. അപ്പോൾ ഈ നിർത്തം നിന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അതൊന്നുകൂടി ഹൈറ്റ് പൊക്കും. നമ്മൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഇത് പൊങ്ങും ഈ സാധനം. അപ്പോൾ അങ്ങനെയും പൊങ്ങുമ്പോൾ അതിൻ്റെ മേലെ വെയിറ്റും ക്യാമറൻ്റെ വെയിറ്റും ചെല്ലുമ്പോൾ ഈ സാധനം തീരെ നിൽക്കില്ല. പിന്നെ ഇപ്പോൾ മലമുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും കുത്തനെ കയറി പോകുന്നിടത്തൊക്കെ ഈ ഒരു സ്റ്റാൻഡ് നിൽക്കും, പക്ഷേ ഇനി നിൽക്കില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിന് വലിയ വില ഒന്നും വന്നില്ലായിരുന്നു, 700 റുപ്യൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിലിപ്പോൾ അത് കിട്ടാനില്ല, അതാണ് വിഷയം. ഇത് എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ അന്നേരം ഒന്ന് വെറുതെ ഒരുക്കി നോക്കി, എവിടെ ഒരുക്കി നിർത്തിയിട്ട് കാര്യമില്ല. ഇതിങ്ങനെ അടയണമെങ്കിൽ ഇതിനിവിടെ ഒരു ലോക്കാണ്, ആകുമ്പോൾ ഇങ്ങനെ കളിക്കണത് മനസ്സിലായോ? ആകുമ്പോൾ ഒന്ന് തിരിയണം, അപ്പോഴത് അടയുള്ളൂ. അപ്പം അങ്ങനെ ഏതായാലും ഇവിടെ ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ചോറ്, സാമ്പാർ, ഒരു പപ്പടം, ചെറുപയർ, ഇതെന്താ കയ്പങ്ങല്ല കയ്പാന്ന് പറഞ്ഞല്ലേ. പിന്നെ ഒരു വലിയൊരു ആംപ്ലേറ്റും. 2 കൂടി ആയിക്കോട്ടെ. ഡബിൾ ആംപ്ലേറ്റാ. ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് നമുക്കുള്ളത്. കഴിക്കട്ടെ. ആര് സ്കൂളിൽ പോയിക്കാം? സമയം 1:20 ഒരു സ്കൂളിലാണ്. അവിടെ രാത്രി കാണുള്ളൂ നമ്മൾ. ആര് സ്കൂളിട്ട് വന്നിക്കണേ? ചായടിയിലാണ് അല്ലേ? എന്താ തിന്നണേ? അതായത് അമ്മ ഏതമ്പല ഏതൊക്കെ അമ്പലമാണ് അല്ലേ? എപ്പ ചോദിച്ചാലും പറയാം അത് 5 അമ്പലമാണ്. അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് ഇവരിങ്ങനെ ടീമായിട്ടേ ഒരു 49 സീറ്റ് ബസ്സൊക്കെ എടുത്തിട്ട് 49 സീറ്റ് ബസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകും. ആ പോക്കാണ്. എന്നായിക്കോട്ടെ കേട്ടോ. പോയി
ഞാന് ഇപ്പൊ 4:05 അപ്പൊ ഒരു 1:30 ഭക്ഷണം കഴിച്ച് കിടന്നതാണ് ഞാന്. നന്നായിട്ട് ഉറങ്ങിപ്പോയി പറഞ്ഞാൽ ഇതിന്റെ ഇടയിലൊന്ന് നീച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കുമ്പോ അങ്ങോട്ട് പോണേമായിട്ട് നല്ലത് ഉറങ്ങാണ് എനിക്ക് തോന്നി. ഉറക്കവും ലാഭം കിട്ടുമെന്ന്. അപ്പൊ നല്ല രീതിയിൽ ഉറങ്ങി. അപ്പേക്ക് പിന്നെ ആരെയും അമ്മയൊക്കെ എത്തി. പോലെ ഗ്ലാസ് ചായ കുടിച്ച് പിരിഞ്ഞു. പിന്നെ ഇപ്പി നൂഡിൽസ് കഴിയുന്നത് നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നല്ല. എപ്പോഴേലൊക്കെ പുതിയാകുമ്പോൾ ഒന്നൊക്കെ കൊണ്ടുവരുന്നത് കഴിക്കേണ്ടതാണ് അവർ. അങ്ങനെ തന്നെ ഉള്ളു. എന്നാൽ പിന്നെ ഞാൻ അങ്ങാടിയിലേക്ക്. സ്കൂള് വിട്ട നേരമായതുകൊണ്ട് അങ്ങാടി കാണാൻ രസമുണ്ട്. 4 ആളുള്ള മാതിരി തോന്നുന്നു. അപ്പൊ നമ്മളുടെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മള് പണ്ട് സ്റ്റാൻഡിലേക്ക് പോകാൻ നോക്കാം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു നേരം തൊട്ട് അധികം നേരം ഓടാൻ വേണ്ടി പറ്റില്ല. നേരത്തെ ചെല്ലണം. അമ്മ അമ്പലത്തേക്ക് പോകല്ലേ. കൊടുങ്ങല്ലൂരൊക്കെയാണ് തോന്നുന്നു അവർ പോകണത്. എന്ത് പറ്റിയെന്ന് അറിയില്ല. നമ്മൾ കൊണ്ട് നിർത്തിയപ്പോ തന്നെ നമുക്ക് 40 രൂപയുടെ ട്രിപ്പ് കിട്ടിയേക്കുവാണ്. ഭയങ്കര ഇടവഴി റോഡാണ്. ഇടവഴി ഇടവഴിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മെച്ചപ്പെട്ട വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരാണ് എന്താണ്, മുണ്ടാണിപ്പാടം അങ്ങനെ എന്തോ ആണ് ഇങ്ങോട്ട് പറയാ. പക്ഷെ നമ്മളോട് ഇങ്ങോട്ട് കുറ്റിയിൽ എന്നേ പറയലുള്ളൂ. പക്ഷെ മുണ്ടാണിപ്പാടം അത് മൊത്തത്തിൽ പാടായിരുന്നു കേട്ടോ. ഇവിടെ വേനലായ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡ് നിറയെ വെള്ളമായിരിക്കും. ഉറവയൊക്കെ ഉണ്ടാവും. ഉറവയൊന്നുമില്ല. നല്ല രസാ. റോഡൊക്കെ നല്ല റോഡാ, കോൺക്രീറ്റാ. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റിന് പ്രശ്നം എന്താ വെച്ചാല് ഡാറിലേക്ക് പോയി ചെല്ലുമ്പോഴേക്ക് അവിടെ ഒരു ഹബ്ബ് പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഡാറിലേക്കാണ് അതിന് ചെല്ലുന്നത്. അവിടെ ഹബ്ബായി. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. അതാണ് മുണ്ടാണിപ്പാടം എന്ന് പറയാൻ കാരണം. പാടം. അതിഗംഭീരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം നിങ്ങൾക്ക് കിട്ടിയില്ലേ? എനിക്ക് കിട്ടുന്നുണ്ട്. അല്ല, ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. നിങ്ങളെ ഒന്ന് കാണിക്കാൻ കിടക്കട്ടെ. ഈ റോഡ് മൊത്തത്തിലൊരു ചെറിയ റോഡാണ്. വേറെ വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാല് വലിയ വീതിയില്ല നമുക്കൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഫോണ് കാര്യങ്ങളും അതുപോലെ തന്നെ അത്ര കുടുങ്ങുന്ന ഏരിയ എന്നൊക്കെ വേഗം വണ്ടി വിടണം. ഞാനാണെങ്കിൽ കുടുങ്ങിപ്പോവും. കുറച്ച് ടൈം കൂടെ അവിടെ വേസ്റ്റ് ആവും. അങ്ങോട്ട് വേക്കിട്ട് ഇങ്ങോട്ട് വേക്കിട്ട് അത് വരുന്ന ഒരു നടത്തക്കാരൊക്കെ മാറിക്ക. അങ്ങനെ തന്നെ. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വണ്ടൂരില് റോഡുകളൊക്കെ, അതായത് നമ്മളുടെ നാട്ടിലെ റോഡടക്കം പണി നടക്കുന്നുണ്ട്. ഇതും തന്നെ പണി കഴിഞ്ഞതാണ് ഇപ്പോ. പക്ഷെ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും കുഴപ്പമില്ല. ഒരു കൊല്ലം പിടിച്ചിട്ടുണ്ടോന്ന്. അടുത്ത മഴക്കാലത്ത് പൊളിയും. അങ്ങനെ മെയിൻ റോഡെത്തി. ഇനി നമ്മൾ വീണ്ടും ടൗണിലേക്ക് പോകുന്ന വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ അങ്ങനെ പോവാം. നമുക്കിങ്ങനെ ലോക്കല് നമുക്ക് കുറച്ച് നേരത്തെ ഒരു ഇരുന്നിരുന്ന് ചടക്കണതിന് മുമ്പേ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇരുന്നിരുന്ന് ചടക്കുകയാണ്. അതിന് മുമ്പായിട്ട് കിട്ടുമ്പോൾ വളരെ ആശ്വാസമാണ്. അടുത്തൊരു വണ്ടി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും തള്ളുകയാണ്. ഈ തള്ളിങ്ങനെ തള്ളാനെങ്കിലും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉച്ചവരെ തള്ളാനും കൂടി ഇല്ല ഗ്യാപ്പില്ലേ. തള്ളാനും കൂടി വയ്യായിരുന്നു. വണ്ടി പോകണ്ട തീരെ പോയില്ല. ആരും ഓടാത്തോണ്ടേ എവിടെയൊന്നും മാന്താനും തോന്നുന്നില്ല. പിന്നെ മാന്താൻ ആളും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ വന്നിങ്ങനെ നിക്കേണ്ടി വരും. ഈ നിർത്തങ്ങ് നിക്കാം. അല്ലാത്ത പരിപാടിയൊന്നുമില്ല. അങ്ങനെ പെരിന്തൽമണ്ണയിലോട്ടുള്ളൊരു ബസ് അതാ പോണല്ലേ, ബിലാൽ. അങ്ങനെ കുറെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും പോകും. കുറെ ആളുകൾ അവിടെ കയറി നിൽക്കണം. അതിൽ വാണിയമ്പലത്തേക്ക് മടക്കം മാത്രമേ പോവുള്ളൂ എന്നുള്ള ആളുകളുണ്ട്. ബസ്സിനൊന്നും അവർ കയറൂല. അവർ ഓട്ടോറിക്ഷ മടക്കം വിളിച്ചാൽ മാത്രമേ കയറുള്ളൂ. അങ്ങനത്തെ ആളുകൾക്കുണ്ട്. ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. ട്രിപ്പൊന്നും അവിടെ നിൽക്കുന്നില്ല. ഒക്കെ കണ്ടുപരിചിലെ മോണാണ് ഈ നേരമാകുമ്പോഴേക്ക് ലൈനിലിരിക്കുന്നു. അപ്പോൾ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ഥലം വരെ പോകാണ്ട്, അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും. ഒരു 40 രൂപ പോയിന്റാണ് ഇപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 രൂപ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പുറത്ത് നല്ല പാടം. ആ റോഡിൻ്റെ പണിയൊക്കെ പുതുതായിട്ട് കഴിഞ്ഞത്. പാടം എന്ന് പറഞ്ഞാൽ കഴുകിൻ്റെ തോട്ടോ തെങ്ങിൻ്റെ തോപ്പോട്ടാ, അത്തരം പാടങ്ങളാണ്. അപ്പം അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ അത് നമ്മൾ 40 രൂപ പോയിന്റിലാണല്ലോ. അപ്പം ഇനി ഇവർ റിട്ടേൺ അങ്ങാടിക്കാണെങ്കിൽ ഇത് നമുക്ക് എത്ര വരും അറിയോ? ഇവിടെ 67 രൂപ, അതായത് 70 രൂപ. നമ്മൾ ഈ വെയിറ്റിങ്ങൊക്കെ ഒരു 3 രൂപ വെയിറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ 70 രൂപ ആണ്. അതാണ് തരേണ്ടത്, കിട്ടേണ്ടത്. നമ്മൾ പറഞ്ഞു നോക്കും. ചില ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ നിന്ന് റിട്ടേൺ പോണതിനെ കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവില്ല. എന്താ അത്രയൊക്കെ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും.
അങ്ങനെ സംഭവം ഉണ്ട്, നോക്കാം നമുക്ക്. ആ ഓല ഞാൻ കണ്ടു. അതായത് അവരവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഉമ്മാനെ കയറ്റിയിട്ട് നമ്മളൊരു ക്ലിനിക്കിലേക്കാണ് വന്നിരുന്നത്. അപ്പോ അത് 70 റുപ്യന്റെ സംഭവം തന്നെ ഉള്ളൂ, 70 റുപ്യന്റെ ഓട്ടം തന്നെ ഉള്ളൂ. ആ 70 റുപ്യ ഞാൻ ചോദിച്ച് അവർ ഓക്കെ, അവർ തന്ന് അവര് പോയി. എന്തായാലും ഓക്കെ, നമ്മള് ഹാപ്പി ആയി, അവരും ഹാപ്പി. വാവ്, സ്റ്റാൻഡിൽ വണ്ടി 10 കൂടി. അതപ്പോ ഉണ്ടായത് ലൈൻ ഒരുപാട് ബാക്കിലേക്ക് വന്നടാ, ലൈൻ ഒരുപാട് ബാക്കിലേക്ക് എത്തി. ഓ നോക്കിട്ട് കാര്യമില്ല, നമ്മൾ ലൈനൊക്കെ ഇടുക എന്നുള്ളത് വേറെ ഓപ്ഷൻ. നമ്മള് കയറ്റിട്ട് അടുത്തൊരു ദൈവം കൂടി കിട്ടണം. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മൾക്ക് അധികം വൈകാതെ തന്നെ ഒരു 30 രൂപ കൂടി കിട്ടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് പോകുന്ന വഴിയിൽ ഒരു ലോക്കൽ കൂടി കിട്ടിയിരിക്കണമെങ്കിൽ, ഇന്നത്തെ അവസ്ഥ വളരെ സംഭവമാണല്ലോ. അപ്പൊ ഞാന് ഇന്ന് ലാസ്റ്റിക്ക് പറയാൻ നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഓടി നിൽക്കുന്നത് 300 രൂപയ്ക്കാണ്, 330 രൂപയ്ക്കാണ്. രാവിലെ തൊട്ട് നേരം വരെ ഉറങ്ങിയത് കൂട്ടണ്ട, ഉറങ്ങിയത് കൂട്ടാതെ. അപ്പൊ അതൊന്ന് 330 എന്നുള്ളത് ഒരു 500 രൂപ റൗണ്ട് ആക്കാനെങ്കിലുള്ള ഒരു കാര്യങ്ങള് നമ്മൾക്ക് അനുകൂലമായിട്ട് നടക്കണം. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട് പരമാവധി. ശ്രദ്ധിക്കണ്ട അമ്മാനെ. നമ്മളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾക്കത് കിട്ടിയിരിക്കുകയാണ്, ചെങ്ങന്മാരെ കിട്ടിയിരിക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ലോക്കൽ കിട്ടണേ എന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലേ. ആ ഒരു ലോക്കൽ കിട്ടി. അത് 40 രൂപയുടെ ലോക്കലായിരുന്നു. ഞാനത് കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ്. പിന്നെ എന്റെ വണ്ടൂരിലെ 4 പോക്കറ്റ് റോഡുകളിൽ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിഗംഭീരമായിട്ട്, അതിവേഗതയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്നും പൊളിയും എനിക്കറിയില്ല, പൊളിയല് പൊളിയായിരിക്കും. ചെങ്ങന്മാരെ വീണ്ടും നമ്മൾ ബാക്കിൽ ഇരുന്നപ്പോ ഒരു ഏട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൂടിയും ഗംഭീരമായിട്ട് എടുക്കണം. അത് നന്നായി. എന്തായാലും മൂപ്പരയോട് വിളിച്ചാണ്ട് പോയല്ലോ. ഇവിടെ ഉണ്ട് ഈ റോഡിന് പോകാനേക്കാ. അതായത് ചെങ്ങന്മാരെ ഒരു നല്ലൊരു ട്രിപ്പ് ഇട്ടേക്കുവാണ്. എന്താ പറയാ, ഒരു ഇടവയിലേക്ക് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കാര്യം മുമ്പ് ഒരുപാട് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ റബ്ബറൊക്കെ മുറിച്ച് ഒരു ഇടവഴി തന്നെയാണ്. ഇത് വല്ലാതെ ഇടവഴി കളിക്കണ്ടല്ല. അതായത് നമുക്ക് കിട്ടിയിരുന്ന ഈ ഒരു ട്രിപ്പ് 110 രൂപയുടെ ട്രിപ്പായിരുന്നു. 5 കിലോമീറ്റർ ദൂരം, 5 കിലോമീറ്റർ ദൂരത്തേക്ക് 110 രൂപയാണ്. നമ്മളിപ്പോ ബാക്കിൽ നിന്ന് പോകുന്ന ട്രിപ്പ് എങ്ങനെ വരത്? ഉച്ചയ്ക്ക് ശേഷം നല്ല ഓട്ടാണല്ലോ. മുത്തശ്ശനും മകനും പാടുണ്ട് സൈക്കിൾ ഓട്ടണ. നല്ല സ്ഥലമാട്ടോ അതൊക്കെ. ഈ റബ്ബറിന്റെ ഇലയൊക്കെ 2 സൈഡിൽ ചാടി കിടന്നിട്ട് ഈ റബ്ബർ ഇല കൊഞ്ഞ് നിൽക്കുന്നതും ഒക്കെ പാടെ വല്ലാത്തൊരു ഫീല് തരുന്ന ഒരു സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നടുവത്താണ്, നടുവത്ത് ചെമ്മര എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ കുളങ്ങര എന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കുവിന്റെ ഒക്കെ നാടിന്റെ ഒരു സൈഡാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. ഇത് നിലമ്പൂർ റോട്ടിലേക്ക് നമ്മൾ ചാടിയിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിലമ്പൂർ, ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടൂർ. നമ്മൾ വണ്ടൂരാണ്. അങ്ങനെയെങ്കിൽ 370, 470, 480 രൂപ ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 500 രൂപയ്ക്കെങ്കിലും ഓടുമെന്നുള്ളതായിരുന്നു. അപ്പൊ 480 ആയിക്കണ്ടാ. എന്താ അറിയില്ല, ഇങ്ങനെ ഓട്ടം ഇങ്ങനെ കിട്ടിയപ്പോഴേ എനിക്ക് വല്ലാത്തൊരു ഊർജ്ജപ്പോ മനസ്സിലായോ. നമ്മൾ ഈ ഓട്ടം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ, മനസ്സൊക്കെ മനം മടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുക. ഇപ്പൊ അടിപൊളിയായി, ഇപ്പൊ നമ്മളൊന്ന് ഉഷാറായി. ഇനി ഇവിടുന്ന് റിട്ടേൺ ആരെല്ലാം ഉണ്ടോ നോക്കാം. നമുക്ക് ചിലപ്പോ റിട്ടേൺ പറഞ്ഞാല് മടക്കം ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഒരാൾക്ക് 10 രൂപ വണ്ടൂർ വരെ. 3 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് കറക്റ്റ് വണ്ടൂർക്ക്. നടുവത്ത് കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമാണ്. നമ്മളുടെ സ്റ്റാൻഡിനകത്തേക്കൊന്ന് കയറിയിട്ട് നോക്കാം. നമുക്ക് സ്റ്റാൻഡിനകത്ത് ആളുണ്ടോ ഇല്ലയോ, എന്താണ് സ്റ്റാൻഡിന്റെ സ്ഥിതിഗതി എന്നുള്ളതൊക്കെ. കൊള്ളാം അല്ലേ, ആളൊക്കെ ഉണ്ട്. ബസ്സൊക്കെ ഉണ്ടല്ലോ, ആണ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് പക്ഷെ ട്രിപ്പൊന്നും കിട്ടൂല, കിട്ടായില്ല, നമ്മൾ എടുക്കലില്ല, എടുക്കാൻ പാടില്ലേ. പിന്നെ വയ്യാത്ത ആൾക്കാരൊക്കെയാണെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്, അത് വേറെ. ഇതിപ്പോ നോ അപ്പീൽ, ഒന്നും പറയില്ല, ആരെയും ഒന്നും പറയില്ല, നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പറയും. സമയം 7 മണിയായി. ഞാനപ്പോൾ ഒരു ചായ കൂടി കുടിച്ചിട്ട് പിരിയുള്ള പരിപാടിയാണ്. ഇപ്പം ഞാൻ 540 റുപ്യ കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ചന്ദ്രേട്ടനുണ്ട് വരുന്നത്. തേങ്ങമാരപ്പം ഇന്നത്തെ കളി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സമയം 8 മണിയായി. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മഞ്ച് 5-6 മഞ്ച് കുഞ്ച് മതി. ഓക്കെ,
ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളുടെ പരിപാടി നൈസായിട്ട് ഒന്ന് കുളിക്കുക, ഭക്ഷണം കഴിക്കാം, ചെറിയ എഡിറ്റിംഗ് ഉണ്ട്, എഡിറ്റ് ചെയ്യുക. ഇന്ന് ഓടിയത് 540 റുപ്യ കേട്ടോ, 540 റുപ്യ കൂടി. എന്നാൽ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞ. ഗുഡ് നൈറ്റ്. ടാറ്റ കൊടുത്തടാ ഒരു ഉമ്മ. ഓക്കെ.